നമസ്തേ. മഹാത്മാ ബുദ്ധൻ വിവാഹിതനായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം ഭാര്യ ഉപേക്ഷിച്ച് സത്യം തേടിപ്പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ഏകാന്ത ജീവിതം നയിച്ച്. ഭാര്യയുടെ പേര് യശോധര എന്നായിരുന്നു. മഹാവീരസ്വാമിയും വിവാഹിതനായി. എന്നിരുന്നാലും അദ്ദേഹവും ഭാര്യ ഉപേക്ഷിച്ച് സന്യാസിയായി. ഭാര്യ ഏകാന്ത ജീവിതം നയിച്ചു. ഭാര്യയുടെ പേര് യശോദ എന്നായിരുന്നു. മോദിയും വിവാഹിതനായി. എന്നിരുന്നാലും അദ്ദേഹം ഭാര്യ ഉപേക്ഷിച്ച രാജ്യസേവനത്തിനായി ജീവിതം സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഏകാന്ത ജീവിതം നയിക്കുന്നു. ഭാര്യയുടെ പേര് യശോദാബൈൻ എന്നാണ്. യശോധര, യശോദ, യശോദാബൈൻ. മഹാത്മാ ബുദ്ധൻ, മഹാവീരൻ, മോദി. ഇത് വെറും യാദൃച്ഛികമായാണോ അതോ ചരിത്രം ആവർത്തിക്കുകയാണോ? ദുര്യോധനനും രാഹുൽ ഗാന്ധിയും യോഗ്യതയില്ലാത്തവരാണെങ്കിലും രാജകുടുംബങ്ങളിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഭരിക്കാൻ അർഹതയുണ്ടെന്ന് ഇരുവരും കരുതുന്നു. ഭീഷ്മരും അദാനിയും ഇരുവർക്കും ഒരിക്കലും അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിച്ചു. അതിനുശേഷം പോലും ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ അവർ ഏറ്റവും നിസ്സഹായരായി കാണപ്പെടുന്നു. അർജുനനും യോഗി ആദിത്യനാഥും ധർമ്മത്തിന്റെ പാത പിന്തുടർന്ന ഇരുവരും ഉന്നതിയിലെത്തി. അവിടെ അവർ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. കർണനും മൻമോഹൻ സിംഗും ബുദ്ധിയും കഴിവുമുള്ളവരായിരുന്നിട്ടും അധർമ്മത്തെ പിന്തുണച്ചതിനാൽ അവർക്ക് ജീവിതത്തിൽ ആഗ്രഹിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. ജയദ്രഥനും കേജ്രിവാളും രണ്ടും അങ്ങേയറ്റം അഭിലാഷമുള്ളവരായിരുന്നു. ഒരാൾ അർജുനനെ എതിർത്തു, മറ്റൊരാൾ മോദിയെ എതിർത്തു. അവർക്ക് സംസ്ഥാനങ്ങൾ ലഭിച്ചെങ്കിലും അവരുടെ മോശം രാഷ്ട്രീയ ചിന്ത കാരണം പിന്നീട് അവർ വിമർശിക്കപ്പെട്ടു. ശകുനിയും ദിഗ്വിജയനും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി കഴിവില്ലാത്ത യജമാനന്മാരെ പ്രശംസിച്ചുകൊണ്ട് ഇരുവരുടെയും ജീവിതം ചെലവഴിച്ചു. ധൃതരാഷ്ട്രരും സോണിയയും. മക്കളോടുള്ള സ്നേഹത്തിൽ ഇരുവരും അന്ധരാണ്. ഇത് ഭാരതവും മഹാഭാരതവുമാണ്. ഒരു ധനികന് പ്രധാനമന്ത്രിയാകാം. നെഹ്റു ഇത് തെളിയിച്ചു. ഒരു ദരിദ്രന് പ്രധാനമന്ത്രിയാകാം. ശാസ്ത്രിജി ഇത് തെളിയിച്ചു. ഒരു വൃദ്ധന് പ്രധാനമന്ത്രിയാകാം. മൊറാർജി ഇത് തെളിയിച്ചു. ഒരു യുവാവിന് പ്രധാനമന്ത്രിയാകാം. രാജീവ് ഗാന്ധിയും ഇത് തെളിയിച്ചു. ഒരു സ്ത്രീക്ക് പ്രധാനമന്ത്രിയാകാം. ഇന്ദിരാഗാന്ധി ഇത് തെളിയിച്ചു. ഒരു കർഷകന് പ്രധാനമന്ത്രിയാകാം. ചരൺ സിംഗ് ഇത് തെളിയിച്ചു. ഒരു രാജകുടുംബത്തിൽ നിന്നുള്ള ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാം. VP സിംഗ് ഇത് തെളിയിച്ചു. വിദ്യാസമ്പന്നനും ബഹുമുഖ പ്രതിഭയുമുള്ള ഒരാൾക്ക് പ്രധാനമന്ത്രിയാകാം. PV നരസിംഹറാവു ഇത് തെളിയിച്ചു. ഒരു കവിക്ക് പ്രധാനമന്ത്രിയാകാം. അടൽ ബിഹാരി വാജ്പേയി ഇത് തെളിയിച്ചു. ആർക്കും പ്രധാനമന്ത്രിയാകാം. HD ദേവഗൌഡ ഇത് തെളിയിച്ചു. ഒരു പ്രധാനമന്ത്രിയുടെ ആവശ്യമില്ല. മൻമോഹൻ സിംഗ് അത് തെളിയിച്ചു. പ്രധാനമന്ത്രിയാകാതെ തന്നെ രാജ്യം ഭരിക്കാൻ കഴിയും. സോണിയാഗാന്ധി ഇത് തെളിയിച്ചു. എന്നിരുന്നാലും ഒരു ചായ വിൽപ്പനക്കാരന് പ്രധാനമന്ത്രിയാകാനും എല്ലാവരേക്കാൾ നന്നായി പ്രവർത്തിക്കാനും ഭാരതമാതാവിന്റെ പതാക ലോകം മുഴുവൻ അലയടിക്കാനും കഴിയും. നരേന്ദ്രമോദിജി ഇത് തെളിയിച്ചു. ഒരു വ്യക്തിയെ വണങ്ങാൻ മുഴുവൻ പ്രപഞ്ചവും ശ്രമിക്കുന്നു. ദൈവം പോലും ചിന്തിക്കുന്നുണ്ടാകും, മോദിയെ സൃഷ്ടിക്കാൻ ഞാൻ ഏതുതരം മണ്ണാണ് ഉപയോഗിച്ചതെന്ന്. ചിന്തിക്കൂ, അമേരിക്കയെ വണങ്ങാൻ കഴിയുന്ന വിശപ്പും നഗ്നവുമായ പാകിസ്ഥാനിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കഴിയുന്ന ചൈന പോലുള്ള ഒരു വഞ്ചനാപരമായ രാജ്യത്തിന്റെ പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്ന വ്യക്തിക്ക് അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും ഇന്ത്യയെ ലോക ഗുരുവാക്കാൻ കഴിയും. ഇത് ഉറപ്പാണ്. രാജ്യത്തിന് മോദിയെ ആവശ്യമുണ്ട്.